ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? KC വേണുഗോപാലിന്റെ എന്നല്ല MP സ്ഥാനം രാജിവെച്ചിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ താല്പര്യപ്പെടുന്ന ഏത് MP ആവട്ടെ ആരും ആവട്ടെ അവരെ തോപ്പിച്ചിട്ട് KCയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇരിക്കൂർന്ന് കൊടുത്തു. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ K സുധാകരൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അടൂർ പ്രകാശ് ആഗ്രഹിച്ചിട്ടുണ്ട്, ഷാഫി പറമ്പിലിന്റെ പേരിട്ടുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. ഇവരൊക്കെ രാജിവെച്ചിട്ട് സുധാകരൻ ആഭ്യന്തരവും ഷാഫി പറമ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയും കൊടിക്കുന്നിൽ സുരേഷ് ആരോഗ്യമന്ത്രിയായിട്ട് എല്ലാ MPമാരും അങ്ങ് വരട്ടെ. സുഖതമാടി കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. ഒരാൾ മാത്രമായിട്ട് KC വേണുഗോപാലിന് വേണ്ടി ഒരു നിയമം മാറ്റുക, സുധാകരൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് നിയമം പറഞ്ഞത്? MPമാര് മത്സരിക്കേണ്ട ആവശ്യമില്ല. അതാരാ പറഞ്ഞത്? KC വേണുഗോപാൽ ഉൾപ്പെട്ട ഹൈക്കമാൻഡാണ് ആ വിഷയം പറഞ്ഞത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? സുധാകരന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ താല്പര്യമില്ല, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ താല്പര്യമില്ല. അത്രേ പറഞ്ഞുള്ളത് ഭാഗ്യം. മനുഷ്യന് അസൂയ പാടില്ല. ചരിത്രത്തിൽ 49 വർഷമായിട്ട് തളിപ്പറമ്പിൽ CPM-ന് ഒരു MLA ഇല്ലാത്ത കാലഘട്ടം വന്നിട്ടുണ്ട് എങ്കിൽ KC വേണുഗോപാലിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. ഇരിക്കൂറിലെ UDF പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇരിക്കൂറിന്റെ മണ്ണിൽ പാറ്റാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങളും വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ UDF-കാരാണ്, പാർട്ടി വക്താക്കളാണ്, മെമ്പർമാരാണ്, ഔദ്യോഗിക ഭാരവാഹിത്തിലുള്ള ആൾക്കാർ വരെ ഇവിടെയുണ്ട്. ഞങ്ങളും വെല്ലുവിളിക്കുന്നു. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? KC വേണുഗോപാലിന്റെ എന്നല്ല MP സ്ഥാനം രാജിവെച്ചിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ താല്പര്യപ്പെടുന്ന ഏത് MP ആവട്ടെ ആരും ആവട്ടെ അവരെ തോപ്പിച്ചിട്ട് KCയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇരിക്കൂർന്ന് കൊടുത്തു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്നും സന്തോഷമുള്ളൂ. സർക്കാർ സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.